പങ്കാളി എന്താ പരിപാടി? ഇത് രമ്പയില്ല, ബിരിയാണി ഒക്കെ ഇടുന്നതരാ. ഇന്ന് ബിരിയാണി ഉണ്ടാക്കുക? ബിരിയാണി അല്ല, മറ്റൊരു വിഭവം. ആ. മാംഗോ സ്റ്റിക്കി റൈസ്. ഓ, ഒരു തായ് ഫുഡ് അല്ലേ അത്? അതെ അതെ. ഓക്കെ. അപ്പോൾ വിരാളൻ രുചികളത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിനോദാണ്, കൂടെ പങ്കാളി രാധികയും. മാംഗോ സ്റ്റിക്കി റൈസ് ഒരു തായ് ഡെസേർട്ടാണ്. പക്ഷെ ഈ മാമ്പഴക്കാലത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഡെസേർട്ട്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് നോക്കിയാലോ. നമുക്ക് ആദ്യം വേണ്ടത് ഒരു പഴുത്ത മാങ്ങ, പിന്നെ 1 കപ്പ് അരി, പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഏതാണ്ട് 1.5 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് വേണം, 1/2 കപ്പ് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, നേരത്തെ നമ്മൾ പറിച്ച ഇല നമുക്ക് വേണ്ട, രമ്പയില. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന അരി ഒരു ബിരിയാണി അരിയാണ്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയുള്ള വെള്ളം നമുക്ക് ആദ്യം അടുപ്പിലേക്ക് വെക്കാം. അതായത് 1 കപ്പിന് ഞാനൊരു 3 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അത് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട്, തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ഒരുപാട് കഴുകണ്ട, അതിൻ്റെ ഒരു സ്റ്റിക്കിനെസ് കളയേണ്ട കാര്യം. അത് ഒട്ടിപ്പിടിച്ചിരിക്കണം നമുക്ക് ഈ ചോറ് വെച്ച് വരുമ്പോൾ. അപ്പോൾ ഒരുപാട് കഴുകണ്ട. ഇനി നമുക്ക് വെള്ളം തിളച്ചോ നോക്കാം. ഏതാണ്ട് വെള്ളം തിളച്ച് തുടങ്ങിയിരിക്കുന്നു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ മാത്രം ഈ അരി ഇടുക. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയാണ്. ഇനി സാവധാനം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് നമുക്ക് തിളയ്ക്കാൻ വേണ്ടി നോക്കാം. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി അങ്ങ് വേവേണ്ട കാര്യമില്ല. ഒരു 80% വെന്താൽ മതി. അതായത് ഒരു ചോറ് പോലെ കുഴയേണ്ട കാര്യമില്ല. ഒരു 80-85% ആവുമ്പോഴേക്കും നമുക്കത് എടുക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഏതാണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോക്കി നിൽക്കുക, ഏതാണ്ട് അത് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 80-85%, മുക്കാൽ കൂടുതൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഊറ്റി വെക്കാം. ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് ഊറ്റി എടുക്കുക. നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസിന്റെ ആദ്യത്തെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് സ്റ്റിക്കി റൈസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു കോക്കനട്ട് സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ കോക്കനട്ട് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചൂട് കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗ വയ്ക്കുക. ഫ്ലെയിം നമുക്ക് ലോ വെച്ചാൽ മതി. കാരണം ഈ തേങ്ങാപ്പാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് കോക്കനട്ട് സിറപ്പ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന, നമ്മൾ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്, അതിൽ നിന്ന് 3/4 കപ്പ് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് സിറപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ തേങ്ങാപ്പാലിന് പുറമെ പിന്നെ വേണ്ടത് 1/2 കപ്പ് പഞ്ചസാര. അതും ഇതിനോടൊപ്പം ചേർക്കുക. 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക. പിന്നെ സിറപ്പിന് ഇതിൻ്റെ കൂടെ നമ്മൾ 1/2 ടീസ്പൂൺ പഞ്ചസാര, നേരത്തെ നമ്മൾ എടുത്തു വെച്ച 1/2 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ നേരത്തെ നമ്മൾ മുറിച്ചു കൊണ്ടുവന്ന ആ രമ്പയില, അത് കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ. അതും കൂടെ ഈ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ലോയിൽ തന്നെ ഇരിക്കട്ടെ. കാരണം ഇത് നമ്മൾ തിളപ്പിക്കുകയൊന്നുമില്ല. അതൊന്ന് ഈ ഇട്ട പഞ്ചസാര ഒന്ന് അലുത്താൻ മാത്രം മതി. അത് അലുക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കാം. അത് ചെറിയൊരു തിള വന്നാൽ മാത്രം മതി. തീ കൂട്ടേണ്ട കാര്യമില്ല. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, അടുക്കി പിടിക്കാതെ ഇളക്കുക. ഏതാണ്ട് ചെറിയ ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിറപ്പ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ചെറിയ സൈഡിലൊക്കെ ചെറിയ ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, ഏതാണ്ട് ആയിട്ടുണ്ട്, ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, ഊറ്റാൻ വെച്ചിരിക്കുന്ന അരി, ആ ചോറെടുത്ത് നമ്മൾ ഈ സിറപ്പിലേക്ക് ഇട്ട് വെക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ ഈ ചോറും ചൂടുണ്ടാവണം. ഈ സിറപ്പൊന്നും തണുത്തു പോകാൻ പാടില്ല. ഇത് ചെയ്ത ഉടനെ തന്നെ ഇത് ചെയ്യുക. അത് ചൂടോടുകൂടി തന്നെ ചോറ് അതിനകത്ത് ഇട്ട് വെക്കുക. ഇനി അത് ഒരു നല്ലതുപോലെ ഈ ചോറ് ഈ സിറപ്പിനകത്ത് കിടക്കണം. അതെല്ലാം ആ തേങ്ങാപ്പാലും ആ മധുരവും എല്ലാം ഇത് ചോറിന് നന്നായിട്ട് പിടിച്ച് അതെന്താണ്, ഒരു സ്റ്റിക്കി റൈസ് പോലെ ആവും അത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് 1 മണിക്കൂർ നേരം ഈ പാത്രത്തിൽ അടച്ചു വെക്കുക. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഇത് തുറക്കത്തുള്ളൂ. ആ നേരം ഇതെല്ലാം നല്ലപോലെ സെറ്റായിട്ടിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി
ഇത് അടച്ചു വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഈ സമയം ഇനി നമ്മൾ അവസാന സ്റ്റെപ്പിൽ എത്തിയിരിക്കുകയാണ്. കോക്കനട്ട് സോസ് ആണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെക്കുക. ബാക്കി 3/4 കപ്പ് തേങ്ങാപ്പാല് ഒഴിക്കുക. അതിലേക്ക് നമ്മളിത് കുറുക്കിയെടുക്കണം. ഇത് കുറുകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയാണ് ഉപയോഗിക്കാൻ പോണത്. അതായത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുക. അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. അതൊരു കപ്പിലെടുത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കുഴയ്ക്കുക. സാധാരണ വെള്ളം മതി. അത് ചേർത്ത് കുഴച്ച് അതിന്റെ കട്ടയൊക്കെ കളഞ്ഞു വേണം നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ഇടാൻ. ഇല്ലെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് കിട്ടത്തില്ല. ഡയറക്റ്റ് ആയിട്ട് അരിപ്പൊടി തേങ്ങാപ്പാലിലേക്ക് ഇടരുത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കലക്കി നമ്മൾ ആ സിറപ്പിനകത്തേക്ക് ആ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് കുറുകി വരാൻ പോവാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം. ഇനി അത് നമ്മൾ കൈ എടുക്കാതെ നമ്മൾ കുറുക്കി എടുക്കാൻ പോവാണ്. അത് സോസിന്റെ ഒരു രീതിയിൽ കുറുക്കാൻ പോവാണത്. അപ്പൊ ഒരു മീഡിയം ഫ്ലെയിം ഇട്ട് നമ്മളത് ശ്രദ്ധിക്കുക. കാരണം അത് കൈ എടുക്കാതിരിക്കുക. കാരണം പെട്ടെന്നായിരിക്കും ഇത് കുറുകുന്നത്. ഇത് നമ്മൾ ഈ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതുകൊണ്ട് അതുകൊണ്ട് പയ്യെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി വളരെ ശ്രദ്ധിച്ച് നിൽക്കുക. അടുക്കി പിടിക്കാതെ നോക്കുക. ഏതാണ്ട് ഒരു ചെറിയ കുറുകലൊക്കെ ആയി തുടങ്ങി. ഇനി ചെറിയ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി നമുക്ക് കുറുക്കേണ്ട കാര്യമില്ല. കോക്കനട്ട് സോസ് ഏതാണ്ടായിട്ടോ. ഈ ഡെസേർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാങ്ങയുടെ ആ ഒരു മധുരവും അതേപോലെ കോക്കനട്ട് സിറപ്പിൽ കിടക്കുന്ന റൈസും പിന്നെ ഈ ഉപ്പ് രസമുള്ള ഈ കോക്കനട്ട് സോസും ഇതെല്ലാം കൂടെ ഒന്നിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ മാമ്പഴക്കാലം തീരുന്നതിന് മുമ്പ്. നമ്മുടെ സോസ് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി അത് നമ്മൾ തണുക്കാൻ വെക്കണം. ഇനി ഈ ഡെസേർട്ട് അലങ്കരിക്കാനുള്ള കുറച്ച് കാഷ്യൂസ് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തായ് ഡെസേർട്ടില് അവര് എള്ളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ പായസത്തിലൊക്കെ ഉപയോഗിക്കുന്ന കശുവണ്ടി ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ അതിനു വേണ്ടി കുറച്ച് കാഷ്യൂസ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി ഏതാണ്ട് നമ്മൾ 1 മണിക്കൂറായി നമ്മുടെ അരി നമ്മൾ അടച്ചു വെച്ചിട്ട് സ്റ്റിക്കി റൈസ് ആയോ ഇല്ലയോ നമുക്ക് നോക്കാം. ഈ തുറന്നു നോക്കാം. ഏതാണ്ട് നല്ലപോലെ ആയിട്ടുണ്ട്. ആ തേങ്ങാപ്പാലെല്ലാം അതേ പിടിച്ച് ചോറിൽ പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ ആയിട്ടുണ്ട്. സ്റ്റിക്കി റൈസിന്റെ അത്രയൊന്നും ആയില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങാപ്പാലും ചോറും എല്ലാം ചേർത്ത് വന്നിട്ടുണ്ട്. ഇനി മാംഗോ സ്റ്റിക്കി റൈസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് വേണ്ടത് പഴുത്ത ഒരു മാമ്പഴമാണ്. ഇവിടെ മല്ലിക ഇനത്തിൽപ്പെട്ട ഒരു മാമ്പഴം എടുത്തേക്കുന്നത്. അത് നല്ല മധുരമുള്ളൊരു മാമ്പഴമാണ്. അതുപോലെ തന്നെ അതിന് നാരുകളും വളരെ കുറവാണ്. അതിന്റെ തൊലി നന്നായിട്ട് ചെത്തിക്കളയുക. അത് ഡിസ്പ്ലേക്ക് നല്ലൊരു പാത്രം എടുക്കുക. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് അതിനെ സ്ലൈസ് ചെയ്യുക. നല്ലൊരു മൂർച്ചയുള്ള കത്തിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പരുവത്തിന് കട്ട് ചെയ്യുക. അവരവരുടെ ഇഷ്ടത്തിന്. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്യുന്നത്. ചതുര കഷ്ണങ്ങളാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇതിപ്പോ വളരെ ഒരു സ്ട്രൈപ്സ് ആയിട്ട് ഇങ്ങനെ നീളത്തി ചെരിച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി അതൊരു ഡെക്കറേറ്റ് ചെയ്യാൻ അവരവരുടെ മനോധർമ്മം അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റിക്കി റൈസിൽ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ഷേപ്പിൽ. ഞാനിപ്പോ ഇവിടെ ഒരു കടായി ചെറിയ ഇതെടുത്തിരിക്കുകയാണ്, കപ്പ്. അതിനകത്ത് ഇട്ട് അതിന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്
അതുപോലെ ഉപയോഗിക്കാം. വേറെ ഏതെങ്കിലും ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു പ്ലേറ്റ് എടുത്ത് അത് സെറ്റ് ചെയ്ത് അതിനകത്ത് ഇപ്പോൾ റൈസ് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊരു കപ്പ് ഉപയോഗിച്ച് ഷേപ്പ് വരുത്തിയിരിക്കുകയാണ്. നല്ല രസമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് സിറപ്പ് അത് നല്ല കുറുകി പാകത്തിനായിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിൽ നമ്മൾ സെർവ് ചെയ്യണം, ഒഴിക്കുകയാണ്. കുറച്ച് നമുക്ക് ഈ മാംഗോയിലും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം, ഒഴിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ടോപ്പിംഗ് ആയിട്ട് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ടും അതുപോലെ ഫൈനൽ ഒരു അവസാന ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയ മിന്റ് ലീഫ്. അപ്പോൾ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര എന്താ പറയുന്നത്, ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു ഡെസേർട്ടാണ്. ഇതൊരു വാം ഡെസേർട്ടാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ പായസം കഴിക്കുന്ന പോലെ ചെറിയ ചൂടിലാണ് ഇത് കഴിക്കുന്നത് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇത്. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ മാമ്പഴക്കാലം തീരുന്നതിന് മുമ്പ് ഉണ്ടാക്കി നോക്കുക. പങ്കാളി, അപ്പൊ ഇങ്ങനെയാണ് മാംഗോ സ്റ്റിക്കി റൈസ് സെറ്റ് ചെയ്തത്. അതെ, എങ്ങനെയുണ്ട്? കണ്ടിട്ട് കൊള്ളാം കേട്ടോ. ഓക്കെ, വിരാളൻ രുചികളത്തിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വിഭവമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.